ക്യാമറ മാത്രമല്ല, ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലും ആവശ്യത്തിന് ലൈംഗികതയ്ക്ക് വഴങ്ങിയാൽ ആ ഒരു എന്ത് പരാമർശമാണത്, എന്ത് നിരീക്ഷണമാണ്. വെള്ളം കൊടുക്കാതിരിക്കുന്ന സാഹചര്യം വെള്ളം കുടിക്കാൻ പറ്റില്ല, കാരണം ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ലാത്ത. മാത്രമല്ല ഈ ഡാൻസേഴ്സും ഈ ജൂനിയർ ആർട്ടിസ്റ്റ് വിഭാഗത്തിലെ ഒരു പറ്റം ആളുകൾ ഇപ്പോഴും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. ഈ ഹേമ കമ്മിറ്റി മുന്നോട്ട് വന്ന അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചപ്പോഴും മൊഴിയെടുക്കാൻ ശ്രമിച്ചപ്പോഴും ഒക്കെ തങ്ങൾക്ക് കഴിയില്ല, അവർക്ക് ഭയമാണ്. ഇന്നലെ ഞാനൊന്ന് ഇടപെട്ട് പറയുന്നു. ഇന്നലെ അമ്മ ഭാരവാഹികൾ പറയുന്നു, ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, അവർക്ക് പരാതി പറയാമല്ലോ, ഞങ്ങൾ ഇടപെടുമല്ലോ. പരാതി പറയുന്നവർക്കെതിരെ ജീവഹാനി ഭയം, കുടുംബങ്ങളെ ഭീഷണിപ്പെടുത്തും. പ്രധാനപ്പെട്ട നടിമാരെയൊക്കെ വെട്ടിയരിഞ്ഞ് ഇല്ലാതെയാക്കി. എങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റ് പരാതി പറയും? അപ്പോൾ മറ്റൊരു വിഭാഗം ചോദിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇവർക്കൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് പിടിച്ചു നിന്നിട്ട് അഭിനയിച്ചേ മതിയാകുമോ എന്ന് സോഷ്യൽ മീഡിയയിൽ അടക്കം ഒരു വിഭാഗം ഉന്നയിക്കുന്ന ചോദ്യമാണ്. പക്ഷെ ഒരു കാര്യം അതിലുണ്ട്, അവരൊക്കെ ചെറുപ്പം മുതൽ അഭിനയം മോഹവുമായിട്ട് ഒരു സിനിമയിൽ മുഖം കാണിക്കണം, എനിക്കും ഒരു അഭിനേത്രി ആകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വരുന്നതാണ്. അവിടെ അവർ ഇത്തരത്തിൽ ചൂഷണം ചെയ്യപ്പെടുമ്പോൾ ഇങ്ങനെ അവർ വിധേയപ്പെട്ടു പോവുകയാണ്. അതായത് അവരുടെ അഭിനയിച്ച നടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് കേരളം കണ്ടതാണ്. ആ നടി അന്ന് അത് വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഓരോരുത്തരും വെച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾ ഉണ്ടാകുമായിരുന്നു. ഇല്ല, അതൊക്കെ ഓരോ പോരാട്ടത്തിലൂടെ ഈ സാഹചര്യത്തിൽ പക്ഷേ മാതാപിതാക്കളെ കൂട്ടിയാണ് ഓരോ ജൂനിയർ ആർട്ടിസ്റ്റും അല്ലെങ്കിൽ ഒരു പുതുമുഖ നായിക സെറ്റിലേക്ക് വരുന്നത് എന്നുകൂടിയുള്ള റിപ്പോർട്ടുകൾ നമ്മളെ അതൊക്കെ ആലോചിച്ച് നോക്കൂ. ഒരു നായികയ്ക്ക് ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ 10, 40, 50 ദിവസം വേണ്ടി വരും. ആ 50 ദിവസവും അവർ വരുന്നത് അവരുടെ മാതാപിതാക്കളെ കൂട്ടിയാണ്. പിന്നെ ഞങ്ങൾ തുടക്കം മുതൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതൊരിക്കലും നായികമാർ മാത്രമല്ല, അവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്, ലൈറ്റ്, ക്യാമറ, അങ്ങനെ വരുന്ന ഒരുപാട് ആളുകൾ. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്, അല്ലാതെ ഒരു സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. അതാണ്, സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. ഈ തരത്തിലുള്ള അതിക്രമങ്ങൾ നേരിട്ടിട്ടുണ്ടെന്ന് പുരുഷന്മാർ തന്നെ പറയുന്നു. ലോബിയിങ് ഉണ്ട്, മാഫിയ ഉണ്ട്, സെക്ഷൽ അബ്യൂസ് ഉണ്ട്. ഇതിൽ കൂടെ എല്ലാം കടന്നു പോകുന്നു പുരുഷന്മാർ പോലും എന്നാണ് പറയുന്നത്. ഇവിടെ അപർണ നേരത്തെ അമ്മ സംഘടനയെ കുറിച്ച് ചോദിച്ചു. ഇന്നലെ അമ്മ സംഘടനയുടെ അവരുടെ ആളുകൾ മാധ്യമങ്ങളെ കണ്ടതിന് ശേഷവും പിന്നീട് ഷൈൻ ടോം ചാക്കോയുടെ പ്രതികരണം വന്നതിന് ശേഷവും ഒക്കെ സ്ക്രീനിലിരുന്ന് അപർണ കുറുപ്പ് പറയുന്നതൊക്കെ ഞാൻ കേട്ടു. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ മാഫിയ സംഘം എന്ന് പറയുന്നതിന്റെ സംഘടനാ വേർഷനാണ് അമ്മ എന്ന് നമുക്കറിയാത്തതല്ല. എനിക്കും പറയാനുള്ളത്, ഷൈൻ ടോം ചാക്കോ അല്ലായിരുന്നു അതിന് പ്രതികരിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഷൈൻ ടോം ചാക്കോ പ്രതികരിക്കുന്നത്? കൃത്യമായിട്ട് പ്രതികരിക്കാൻ അവർക്ക് പറ്റാത്തത് കൊണ്ട് അവർ മാറി നിൽക്കുമ്പോൾ, ഷൈൻ എന്ന് പറയുന്നത് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും എന്തും വിളിച്ചു പറയുന്ന ഒരാളാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവർക്ക് പറയാം, ഇത് 235-ലധികം പേജുകളുള്ള ഒരു റിപ്പോർട്ടാണ്, ഞങ്ങൾ വായിച്ചില്ല, ആ റിപ്പോർട്ട് വന്നതേ ഉള്ളൂ, കണ്ടില്ല, കേട്ടില്ല എന്നൊക്കെ പറയാൻ എക്സ്ക്യൂസുകൾ ഇഷ്ടം പോലുള്ള സമയത്താണ് ഇന്നലെ മാധ്യമങ്ങൾ അവരുടെ മുന്നിലേക്ക് എത്തുന്നത്. പക്ഷേ അവർക്കൊപ്പമുള്ള ഒരു സ്ത്രീ പരാതി കൊടുത്ത് ലൈംഗികമായി ആക്രമിക്കപ്പെട്ട് പരാതി കൊടുത്ത് അതിന്റെ പ്രതികരണം തേടുമ്പോൾ ഈ അമ്മ സംഘടനയും അതിനൊപ്പമുള്ളവരും പറഞ്ഞത് എന്താണെന്ന് കേട്ട നാടാണല്ലോ നമ്മളുടേത്. അപ്പോൾ എനിക്കതിനകത്ത് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. അവർ ഇന്നലെ അതിനേക്കാൾ മയപ്പെട്ട് സംസാരിച്ചു, അല്ലെങ്കിൽ അതിനേക്കാൾ ഭേദപ്പെട്ട് സംസാരിച്ചു എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നു. നേരത്തെ പറഞ്ഞ പോലെ കാലം മാറി വരുന്നു. നടി ആക്രമിക്കപ്പെട്ട ശേഷം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ദിലീപിന് ഉണ്ടായ ജയിൽവാസം അടക്കമുള്ള വിഷയങ്ങൾ സിനിമാ പ്രവർത്തകരുടെ മുന്നിലുണ്ട്. ഒരു പക്ഷേ ഈ മുഖ്യമന്ത്രി പറഞ്ഞു 94 വർഷം പ്രവർത്തന പരിചയമുള്ള മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ പൈതൃകം നമ്മൾ കുറച്ച് കാണുന്നില്ല. ഇല്ല, പക്ഷേ ഈ 94 വർഷത്തോളം എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു വിഷയമുണ്ട്. കമ്പാരിറ്റീവ്ലി ഒരുപക്ഷെ ഈ മാറ്റങ്ങൾ കൊണ്ട് ഇപ്പോഴായിരിക്കും മലയാള സിനിമ ഇൻഡസ്ട്രി കുറച്ചും കൂടെ സേഫ് ആയിട്ട് നിൽക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് തന്നെ നോക്കിയാൽ ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നു, അവർ സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ മാത്രം നടക്കുന്നതാണ്. നമ്മൾ കുറച്ചുകൂടി മുന്നേ ഇപ്പോൾ മറ്റ് സിനിമാ ഇൻഡസ്ട്രികളുണ്ട്, നമ്മളുടെ അടുത്തൊക്കെ തന്നെയുള്ള ഇൻഡസ്ട്രികളുണ്ട്. ബോളിവുഡിന്റെ കാര്യമായാലും ടോളിവുഡ് ആയാലും മറ്റേത് സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചായാലും ഇങ്ങനെയൊക്കെ പഠനം നടത്തിയാൽ ഇതിലും വലിയ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാകുമായിരിക്കും. പക്ഷെ കേരളം അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തു എന്നത് ഇവിടുത്തെ, അത് വെറുതെ സർക്കാരിന് തോന്നിയ ഒരു ദിവസം ചെയ്യുന്നതല്ല, ഇവിടുത്തെ സ്ത്രീകൾ അതിനെതിരെ പോരാടി അവരുടെ പരിശ്രമ ഫലമായിട്ട്, WCCയുടെ അതിലുള്ള പങ്ക് നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല, അതിൻ്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ അതിൽ എവിടെ നടപടി? ഈ 4 വർഷം എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി ഇന്ന് ചൂണ്ടിക്കാട്ടുന്നു. ICC രൂപീകരിച്ചതുൾപ്പെടെ പ്രാധാന്യം ഉൾക്കൊണ്ട് ചെയ്ത കാര്യങ്ങൾ ചോദിക്കുന്നു. പക്ഷേ ആ ICC പറയട്ടെ,
അതായത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാനൊരു തമിഴ് സിനിമ ആരാധികയായതുകൊണ്ട് മാത്രം പറയുന്നതല്ല. നമ്മുടെ പല വിഷയങ്ങളിലും ഇന്നലെ തിയേറ്ററിലൂടെ ലിബർട്ടി ബഷീർ പ്രതികരിച്ചു. ഏറ്റവും മോശം ഇൻഡസ്ട്രി മലയാള സിനിമ ഇൻഡസ്ട്രിയാണ്. തമിഴ് ഭേദമാണ്, ബോളിവുഡ് ഭേദമാണ് പറഞ്ഞു. ഇത് വളരെ രാഷ്ട്രീയകരമായിട്ടുള്ള സമകാലികമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ പ്രതികരിക്കാൻ മടിയുള്ള, അല്ലെങ്കിൽ സേഫ് സോണിൽ മാത്രം നിന്ന് പ്രതികരിക്കുന്ന ഒരു വിഭാഗമാണ് മലയാള സിനിമ ഇൻഡസ്ട്രി. അതല്ല തമിഴിൽ നടക്കുന്നത്. നമുക്കറിയാം, കാവേരി വിഷയത്തിനൊക്കെ എടുത്ത് അങ്ങനെ നമുക്ക് എടുത്തു കാണിക്കാനുണ്ടോ? ഈ പ്രളയം വന്ന സമയത്ത്, അത് എപ്പോഴാണ് പ്രളയം വന്നത്? ഇതിന് ശേഷം, ഈ വിഷയത്തിന് ശേഷം. അതുവരെ ഇങ്ങനത്തെ വിഷയങ്ങൾ പ്രതികരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ സൂപ്പർ താരങ്ങൾ പ്രതികരിക്കുന്നുണ്ടോ? എവിടെയാണ്? എനിക്കിപ്പോ മറ്റു ഇൻഡസ്ട്രികളിൽ എന്താണ് നടക്കുന്നതെന്ന് അവിടെയുള്ള ആളുകൾ തുറന്നു പറയാൻ പല ആളുകൾക്കും പബ്ലിക്കായി ഇത് പറയാൻ പേടിയാണ്. മാത്രമല്ല, ഇപ്പോൾ ഇതിനെതിരെ പല ഹർജികളും വന്ന സാഹചര്യം എന്താണ്? അവരിത് പറഞ്ഞു എന്ന് പുറം ലോകം അറിയുമോ എന്നുള്ള പേടിയാണ്. അതായത് തങ്ങൾ പോലും ഇത് നേരിട്ടു എന്ന് പറയാൻ ഭയമാണ് അവർക്ക്. തങ്ങളുടെ സ്വന്തം വിഷയം പോലും പറയാൻ മടിയാണ്. പിന്നെ എങ്ങനെയാണ് മറ്റുള്ള വിഷയങ്ങളിൽ അഭിപ്രായം പറയുക? ഇതിന്റെ ഒരു നടപടി എന്ന കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് ICC രൂപീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ പറയുന്നുണ്ട്, ഈ മാഫിയ സംഘത്തെ മറികടക്കാൻ പറ്റുന്നതല്ല, ഈ ICCക്ക് പോലും സാധിക്കുമോ എന്ന അതൊരു ക്രിമിനൽ രീതിയിൽ തന്നെ കണക്കാക്കേണ്ടതാണ് എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം. പരാതി വരട്ടെ, പരാതി ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയും. ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട് ആർക്കും എന്ന് ചോദിക്കാം. പക്ഷേ ജീവഹാനി, കുടുംബാംഗങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു, കൊല്ലുമോ എന്നുള്ള പേടി, ഇതെല്ലാം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതേത് നാട്ടിലാണ് നടക്കുന്നത്? അതെങ്ങനെയാണ് വെച്ചുപൊറിപ്പിക്കാൻ കഴിയുക? അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ക്ലൈമാക്സ് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളത്. കാരണം നമ്മൾ ഇപ്പോഴും നമ്മളുടെ കയ്യിൽ കുറച്ച് പേപ്പർ കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഇനിയുമുണ്ട്, ക്ലൈമാക്സ് വരാനിരിക്കുന്നുള്ളൂ. അതിൽ എന്തൊക്കെ ഉണ്ടാകുമെന്നുള്ള ആശങ്ക നമുക്കുണ്ട്.